അപൂർവമായൊരു ദത്തെടുക്കൽ ചടങ്ങ് നടന്ന സ്കൂളാണ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വട്ടേനാട്. ഇവിടെ അധ്യാപകർ കുട്ടികളെയാണ് ദത്തെടുത്തത്. 30 അധ്യാപകർ പഠനത്തിൽ പിന്നോക്കക്കാരായ 124 കുട്ടികളെയാണ് ദത്തെടുത്തത്. നമുക്ക് സ്വാഗതം ചെയ്യാം പാലക്കാട് ജില്ലയിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വട്ടേനാടിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളിൽ ഒന്നാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വട്ടേനാട്. 1961 സ്ഥാപിതമായ ഈ സ്കൂൾ കുട്ടികളുടെ ആധിക്യത്താൽ 40 വർഷമായി ഷിഫ്റ്റ് സമ്പ്രദായത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ചൊരിയുന്ന പരമപ്രകാശമേ കനിയണേ. പഠന മികവിൽ ഒരു ദശാബ്ദത്തോളമായി വളർച്ചയുടെ ഗ്രാഫ് ഉയർന്നു മാത്രം നിൽക്കുന്ന ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അധ്യാപക കൂട്ടായ്മയുടെയും സംഘടനാ പ്രവർത്തനത്തിന്റെയും ഒരു വേറിട്ട ചരിത്രമാണുള്ളത്. അറിവിൻ വീഥിയിൽ നിങ്ങളുടെ സ്കൂൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് പുറമെ ഒന്നാമതായി ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഭരണകാര്യക്ഷമതയാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ശുചിത്വവും പോഷകാഹാരവും. മൂന്നാമത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി അക്ബർ സർ. ഈ സലീൽ ജാവേദ് ആരാണ്? സലീൽ നമ്മുടെ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. നമ്മുടെ PP രാമചന്ദ്രൻ, മേജർ രവി എന്നൊക്കെ പറയുന്നു. ആരാണ് ഈ PP രാമചന്ദ്രൻ? PP രാമചന്ദ്രൻ പ്രശസ്തമായ ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കവിതകൾ അറിയാവോ? PP രാമചന്ദ്രൻ മാഷിൻ്റെ PP രാമചന്ദ്രൻ്റെ ഒരു കവിതയാണ് ലളിതം. അപ്പോൾ അത് ഞങ്ങളുടെ സ്കൂളിൽ നന്നായി കവിത ചൊല്ലുന്ന ഒരു കുട്ടിയുണ്ട്. സ്കൂളിൽ നിന്ന് അല്ല, ഇതിൽ നന്നായി കവിത ചൊല്ലുന്ന ഒരു കുട്ടിയുണ്ട്. എന്നാ ആ കുട്ടി ഒന്ന് ചൊല്ലട്ടെ. ഒരു കവിതയോട് കൂടി ആവട്ടെ നമ്മൾ തുടക്കം. ലക്ഷ്മി. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നതിൻ വെറും വരി കൃത്യമായിട്ട് കുഴപ്പമില്ല. ഈ അതുപോലെ മേജർ രവി അവിടെയാണ് എന്ന് പറഞ്ഞല്ലോ. അതെ അതെ. മേജർ രവിയുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഏതൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ട്? മേജർ രവിയുടെ കീർത്തി ചക്ര, കുരുക്ഷേത്ര, മിഷൻ 90 ഡേയ്സ് കണ്ടിട്ടില്ല. കാണ്ഡഹാർ പുതിയ ഇറങ്ങി, അത് കണ്ട്. ഇത്തവണ മികച്ച സിനിമക്ക് അവാർഡ് കിട്ടിയത് ഏത് സിനിമക്കാണെന്ന് അറിയാവോ? അറിയില്ല അല്ലേ? ഓക്കെ. ശ്രീലക്ഷ്മി, ഈ വൃദ്ധസദനങ്ങള് പിന്നെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? വൃദ്ധസദനങ്ങളെ അത് ഇവിടെ നാട്ടിൽ നിലവിൽ വരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? വൃദ്ധസദനങ്ങൾ വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളും നാളെ വളർന്ന് ആ ഒരു നിലയിൽ എത്താനുള്ളതാണ്. നമ്മുടെ മക്കള് നമ്മളെ നോക്കൂ ഇല്ലേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ അച്ഛൻ അമ്മ അവരുടെ അടുത്ത് നമ്മൾ എങ്ങനെ പെരുമാറുന്നോ അതേപോലെ തന്നെ നമ്മുടെ മക്കളും നമ്മളുടെ അടുത്ത് പെരുമാറിക്കൊള്ളുന്നില്ല. ശ്രീലക്ഷ്മി പിന്നെ അച്ഛനെയും അമ്മയെ നോക്കൂലേ? തീർച്ചയായും ഞാൻ നോക്കും. അപ്പൊ നമ്മളെ കാര്യം ആലോചിച്ചിട്ടാണ് വൃദ്ധസദനത്തിന്റെ നമ്മളെ മക്കള് നമ്മളെ നോക്കൂല എന്നുള്ള ടെൻഷൻ ഇപ്പോഴേ തുടങ്ങിയില്ലേ? അല്ല, ഇന്ന് സമൂഹത്തിൽ കാണുന്നത് അങ്ങനെയാണ്. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാലം മാറി വരികയാണ്. അപ്പൊ കുട്ടികളെ എങ്ങനെയാവും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു മുൻകരുതൽ നമ്മൾ തന്നെ കണ്ടുവെക്കണം. അപ്പൊ അശോകൻ ചെരുവിലിന്റെ കഥ വായിച്ചപ്പോഴേ എന്ത് തോന്നി? വൃദ്ധസദനങ്ങൾ വേണം എന്ന് തന്നെയാണ് അഭിപ്രായം. പിന്നെ എന്താ അതിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം? വൃദ്ധസദനങ്ങൾ വേണം എന്നാണോ? എന്താണ് വായിച്ചിട്ട് തോന്നിയത്? അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം വൃദ്ധസദനങ്ങൾ വേണം തന്നെയാണ്. പക്ഷേ അതിലുള്ള വൃദ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് അവരവരുടെ പക്ഷത്തുനിന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്നിട്ട് മക്കള് നോക്കുന്നില്ല, അങ്ങനെയൊക്കെ കുട്ടികളുടെ മേലെ പഴി ചാരുന്നു. പക്ഷേ അവരവരുടെ കുട്ടിക്കാലത്തെ അവരുടെ രക്ഷിതാക്കളെ നോക്കിയിരുന്നില്ല, അവരത് ചിന്തിക്കുന്നില്ല. അപ്പൊ ഈ കഥയുടെ പേരെന്തായിരുന്നു? 70കാരുടെ യോഗം. ഈ വൃദ്ധസദനം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, വൃദ്ധസദനം എന്ന് പറഞ്ഞിട്ട് അതേ പേരിൽ തന്നെ
ഒരു നോവൽ മലയാളത്തിലുണ്ട്. അതിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡും കിട്ടിയിട്ടുണ്ട്. അതാരാ എഴുതിയതെന്നറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. TV കൊച്ചുബാവ. കേട്ടോ? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പേര്? ഇതുവരെ കേട്ടിട്ടില്ല? ഞാൻ PTA പ്രതിനിധിയോടാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിൻ്റെ ഒരു ശക്തി മേഖലയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സാമൂഹ്യ നീതി അടിസ്ഥാനമാക്കിയുള്ള കുറച്ച് പ്രവർത്തനങ്ങളാണ്. അത് നിങ്ങൾ തന്നിരിക്കുന്ന വിവരത്തിൽ വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനകത്ത് ഒരു വസ്തുത എനിക്ക് മനസ്സിലാവാത്തത്, സാമൂഹ്യ പിന്നോക്കാവസ്ഥയിൽ നിന്ന് വരുന്ന കുട്ടികൾ 25% അവർ കഴിഞ്ഞ 3 വർഷം അവരുടെ പഠനം വളരെ മെച്ചമായി. പക്ഷേ സാമ്പത്തിക പിന്നോക്കാവസ്ഥ നിൽക്കുന്ന 25% കുട്ടികളുടെ പഠനം അത്ര മെച്ചമായിട്ടില്ല എന്ന് എഴുതിയേക്കുന്നു. അതെങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇത് അറിയുന്നത്? ഈ 3 കൊല്ലത്തിനിടെ കുട്ടികളുടെ പഠനം ഈ സാമൂഹിക പിന്നോക്കാവസ്ഥ ഉള്ളവരുടേത് വളരെ മെച്ചമായി, സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ളവരുടേത് മെച്ചമേ ആയിട്ടുള്ളൂ എന്നെങ്ങനെയാണ് അറിഞ്ഞത്? ഇത് അധ്യാപകരോടല്ല, ഞാൻ PTA നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? നിരന്തരമായിട്ടുള്ള ഒരു നിരീക്ഷണം പ്രത്യേകിച്ച് PTA ഭാഗത്തുനിന്ന്, എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അവർ നിരന്തരം അധ്യാപകരോട് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളതിനെ മൊത്തം സ്കൂളിൻ്റെ ആ രീതി, ആ നീക്കങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് അതിൻ്റെ മാർക്ക് കുറയുന്നതോ കൂടുന്നോ അങ്ങനെ ഒരു നിരീക്ഷണം നമ്മൾ നടത്തുന്നു. മാർക്ക് കൂടുന്നതും കുറയുന്നതും അതല്ല, അത് ഞങ്ങളുടെ ആകാംക്ഷ കൊണ്ട് അധ്യാപകരിലൂടെ നമ്മളത് അറിയുന്നുണ്ട്. അങ്ങനെ അറിയുമ്പോഴാണ്, അപ്പോൾ അധ്യാപകരെ ചോദിക്കുമ്പോൾ അധ്യാപകർ ഒന്നും കൂടി അതിന് ഇൻവോൾവ് ചെയ്തിട്ട് അത് ശ്രദ്ധിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലാണത് ഡൈവേർട്ട് ചെയ്ത് പോകണമെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങളത് എല്ലാ മേഖലയും സൂക്ഷ്മമായി പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് PTA എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ ഒരു താല്പര്യപ്രകാരം അധ്യാപകരിലൂടെ നിന്ന് നമ്മളത് അറിയണം. അപ്പോൾ അധ്യാപകരത് ആദ്യം അതിനെപ്പറ്റി ആലോചിക്കുന്നില്ലെങ്കിലും പിന്നീട് അധ്യാപകർ ആഴത്തിലേക്ക് അത് ഇറങ്ങിച്ചെന്ന് അതിനെ കണ്ടുപിടിക്കാൻ ശ്രമം നടത്താൻ പറ്റാവുന്ന അധ്യാപകരുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ പരിശോധനാ ക്യാമ്പ് നടത്തിയെന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങൾ. ഇങ്ങനത്തെ കുട്ടികളെ കണ്ടറിയാൻ വേണ്ടി പരിശോധനാ ക്യാമ്പ് നടത്തി അതിൽ 100% കുട്ടികളെയും പങ്കെടുപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിലൊരു PTA റോൾ എന്തായിരുന്നു? എങ്ങനെയാണ് ഈ 100% കുട്ടികളെയും പങ്കെടുപ്പിച്ച പരിശോധനാ ക്യാമ്പ്? അത് പ്രധാനമായിട്ട് ഊന്നിക്കുന്നത് ഈ IED വിഭാഗത്തിൽപ്പെട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏതാണ്ട് 51 കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് 40% അതിൽ കൂടുതലുള്ള വിഭാഗമാണ് ഈ 51 കുട്ടികൾ എന്ന് പറയുന്നത്. അതിൽ മോഡറേറ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ സീവിയർ ആയിട്ടുള്ള ടൈപ്പിലുള്ള, അപ്പോൾ 2 കുട്ടികൾ തീരെ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിലുണ്ട്. അതേപോലെ തന്നെ ബുദ്ധിമാന്ദ്യം ഉള്ള കുട്ടി എന്ന് പറഞ്ഞാൽ മോഡറേറ്റോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള 2 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. 29 കുട്ടികൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് മൈൽഡ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള, അത് ഇത്തരത്തിലുള്ള ഈ റിസോഴ്സ് സെന്റർ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ, അതേപോലെ തന്നെ റിസോഴ്സ് ടീച്ചറുടെ അധ്യാപികയുടെ സേവനവും നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ശുചിത്വവും പോഷകാഹാരവും നിങ്ങളുടെ ഒരു പ്രധാന ശക്തി മേഖലകൾ, ഒന്നാമത്തെ ശക്തി മേഖലയായിട്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ തന്നിരിക്കുന്ന ഉത്തരങ്ങളനുസരിച്ച് ആഴ്ചയിലൊരിക്കൽ മാത്രമാണ് സ്കൂൾ പരിസരം ശുചീകരിക്കുന്നതെന്ന് പറയുന്നു. ഇത് ശരിയാണോ? ആഴ്ചയിലൊരിക്കൽ, ദിവസവും ശുചീകരിക്കുന്നുണ്ട്. അതൊന്ന്. വെള്ളത്തിന്റെ വിതരണം തൃപ്തികരം എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളം ഞങ്ങൾക്കൊരു കിണറുണ്ട് സ്കൂളിൽ, ധാരാളം വെള്ളമുള്ള ഒരു കിണറാണുള്ളത്. അതുപോലെ തന്നെ ബോർവെല്ലും വേറെയുണ്ട്. എണ്ണത്തിന് ആനുപാതികമായി മൂത്രപ്പുരകൾ ഇല്ല എന്ന് എഴുതിയിരിക്കുന്നു. ആനുപാതികമായിട്ടില്ല, ഇല്ല. കാരണം ഒരു കുട്ടിക്ക് ഇത്ര തോതിൽ വേണമെന്നുണ്ടല്ലോ, അത്ര കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഇവിടെ സെഷണൽ സമ്പ്രദായം. എങ്ങനെയാണ് ഈ ശുചിത്വ പ്രശ്നം പരിഹരിക്കുന്നത്? ഇത്രയും ശുചീകരണം സാധ്യമാക്കുന്നത് എങ്ങനെയാണ്? ശുചിത്വം നിങ്ങളുടെ ഒരു പ്രധാന മേഖലയായി തെരഞ്ഞെടുത്തിരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണത് സാധ്യമാകുന്നത്? ശുചിത്വം ഞങ്ങൾ ഈ വർഷം ഒരു ശുചിത്വ സ്കൂൾ സുന്ദര സ്കൂൾ എന്നുള്ളൊരു പ്രോജക്റ്റ് ആണ് നടപ്പാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം മാഷ, എൻ്റെ ചോദ്യം ഇത് മാത്രമാണ്, എങ്ങനെയാണ് എണ്ണത്തിന് ആനുപാതികമായി മൂത്രപ്പുരകൾ ഇല്ലാതിരുന്നിട്ടും ശുചിത്വം നിങ്ങൾക്ക് സാധ്യമാക്കാൻ പറ്റുന്നത്? അതെ, ഒന്ന് സെഷണൽ സമ്പ്രദായമാണെന്ന് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ 2800 ചില്ലാനും കുട്ടികൾ ഒന്നിച്ചു വരുന്നില്ല. UP ക്ലാസ്സുകൾ നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. പക്ഷേ ശുചീകരണ തൊഴിലാളികളുടെ എണ്ണം തൃപ്തികരമല്ല എന്നും കൊടുത്തിട്ടുണ്ട്. ശുചീകരണ തൊഴിലാളികളുടെ സേവനം തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ടില്ല. സേവനമല്ല, എണ്ണം 3 പേരേ ഉള്ളൂ. 3 പേരേ ഉള്ളൂ. പക്ഷേ കുട്ടികളുണ്ട്. ഇപ്പൊ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശുചിത്വപൂർണ്ണമായ ഒരു അന്തരീക്ഷം സ്കൂളിൽ നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഈ യൂറിൻ ഷെഡുകളൊക്കെ
ക്ലീൻ ചെയ്യുന്നതിന് ഞങ്ങൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ 12 ശുചീകരണ സ്ക്വാഡുകളുണ്ട്. അതിൽ ഏതാണ്ട് 300 കുട്ടികൾ. എത്ര ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റുകളാണ്? ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ ഇപ്പോൾ ഉള്ളത് 10 എല്ലാ സൗകര്യങ്ങളുള്ള പുതിയ രീതിയിൽ പണിത് തന്നെയാണ്. മറ്റൊരു ശക്തി മേഖല നിങ്ങൾ തിരഞ്ഞെടുത്തത് ഭരണകാര്യക്ഷമതയാണ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം? സ്കൂളിനെ സമീപിക്കുന്ന വ്യക്തികൾക്കുള്ള ആവശ്യങ്ങൾ, ഓഫീസ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വളരെ സമയബന്ധിതമായി കഴിയുന്നിടത്തോളം ഏത് സർട്ടിഫിക്കറ്റിന് വന്നാലും അന്ന് തന്നെ അത് കൊടുക്കാനുള്ള ഒരു ക്രമീകരണം. എന്ത് സർട്ടിഫിക്കറ്റിനാണ് അവിടെ വരിക, നാട്ടുകാർ വരിക? പല കാര്യങ്ങൾ. ഇപ്പോൾ ഈവൻ ചില സ്കൂളുകളിൽ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, എന്ത് സർട്ടിഫിക്കറ്റ് ആയാലും അതിന് സമയമൊക്കെ നിശ്ചയിക്കും. ഞങ്ങളുടെ സ്കൂളിൽ ഏത് സമയത്തും ഏത് പബ്ലിക്കിനും വന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കാം. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാണ് അനുഭവപ്പെടുന്നത് ഈ കാര്യക്ഷമത? കുട്ടികൾക്കുള്ള എല്ലാ സ്കോളർഷിപ്പുകൾ, പല വിധത്തിലുള്ള സ്കോളർഷിപ്പുകൾ കുട്ടികൾക്കുണ്ട്. ഇപ്പോൾ അതിനൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. കാരണം രക്ഷിതാക്കൾക്ക് അത്ര അറിവില്ലാത്തത് കൊണ്ട് അധികവും ഞങ്ങൾ തന്നെയാണ് അതിനുള്ള എല്ലാ നടപടികളും എടുക്കുന്നത്. കൂടാതെ പല സ്കൂളുകളും അവകാശവാദമാണ് പറയുന്നത്. അത് മറ്റൊന്നും ഒരിടത്തും ഇല്ലാത്ത ഒരു മേൽമ പറയാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിനുള്ള ഒരു ആരോഗ്യ പരിപാലന യൂണിറ്റ് അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കായികക്ഷമത പരിശോധിച്ച് അപ്ലോഡ് കായികക്ഷമത പരിശോധിച്ച് എല്ലാവരുടെയും ചെയ്തിട്ടുണ്ടോ? എല്ലാ കുട്ടികളുടെയും ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ 3 മാസത്തിനുള്ളിൽ 62 കുട്ടികൾ കൗൺസിലിങ്ങിന് വന്നു. അവരുടെ പ്രശ്നങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. വീട്ടിലെ സുരക്ഷിതത്വ കുറവ്, കുടുംബകലഹം, മദ്യപന്മാരായ രക്ഷിതാക്കൾ, വേണ്ടത്ര പരിഗണന ലഭിക്കാത്തത്, സഹപാഠികളിൽ നിന്നുള്ള മോശം പെരുമാറ്റം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് കൗൺസിലിങ്ങിന് ശേഷം ഇത് പരിഹരിക്കാൻ നിങ്ങൾ വല്ല നടപടി എടുത്തിട്ടുണ്ടോ? അത് എന്താ ചെയ്തിട്ടുള്ളത്? ഈ കൗൺസിലിങ് കഴിഞ്ഞതിന് ശേഷം അതിനെ ഞങ്ങൾ നിരീക്ഷിച്ചപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ കൗൺസിലിംഗ് കൊടുക്കുന്നത് രക്ഷിതാക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതോടൊപ്പം രക്ഷിതാക്കൾക്കും നമ്മൾ കൊടുക്കുക. നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നമ്മൾ രക്ഷിതാക്കൾക്ക് ഇത് കൊടുക്കുന്നതാണ്. അപ്പോൾ അവരിലൂടെയാണ് കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ കാണുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ സമർപ്പിച്ചിട്ടുള്ള കണക്ക് പ്രകാരം ഈ 8ാം ക്ലാസ് തൊട്ട് ഈ സ്കൂളിലേക്ക് കുട്ടികളുടെ ഒരു വലിയ കുത്തൊഴുക്കുണ്ടാകുന്നുണ്ട്. അതായത് ഏതാണ്ട് 200-250 കുട്ടികൾ മാത്രമുള്ള 6-7 കഴിയുമ്പോൾ നിങ്ങൾ 2006-7 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 789 കുട്ടികളാണ് 8ാം ക്ലാസ്സിൽ ചേർന്നിരിക്കുന്നത് ഉള്ളത്. പക്ഷേ അവർ 10ാം ക്ലാസ് എഴുതേണ്ട സമയം എന്ന് പറയുന്നത് 2008-09 അവിടെ എത്തുമ്പോഴത്തേക്കും 576 പേർ മാത്രമേ ഉള്ളതായിട്ട് കാണുന്നുള്ളൂ. ഇതിന് സമാനമായ കണക്ക് ഏതാണ്ട് എല്ലാ വർഷങ്ങളിലും ദൃശ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു, എന്താ അതിന് കാരണം? സ്വാഭാവികമായ കുറവ് വരുന്നതിലാണോ അതോ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവുന്നുണ്ടോ? സർ, കൊഴിഞ്ഞുപോക്കുണ്ട് അതിൽ. അതിനുള്ള കാരണം പ്രധാനമായിട്ട് ഞങ്ങളുടെ ഈ ഒരു ന്യൂനപക്ഷ പ്രദേശം, ഈ മതസ്ഥാപനങ്ങളിലെ കുട്ടികൾ ഇപ്പോൾ ലോക്കൽ ഗാർഡിയനായിട്ട് വരുന്നത് ഒരു ദർസിൽ ഉസ്താദായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ വന്ന് ചേർക്കും. രക്ഷിതാക്കളുടെ സമ്മതത്തോട് അവരും ചേർക്കും. അത് 30-36 കുട്ടികളൊക്കെ ചേർക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അത് അവരുടെ ഭരണപരമായ ചില സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ചിലപ്പോൾ 8-ൽ വന്ന് ചേർന്ന അത്രയും കുട്ടികളിൽ ഇപ്പോൾ 9-ന് പോവാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഗ്യാപ്പ്, ഏതാണ്ട് ഒരു 10-75 കുട്ടികളുടെ ഒരു പ്രശ്നം വരുന്നത് ആ രീതിയിലാണ്. പിന്നെ കുറച്ച് ഈ പെൺകുട്ടികളുടെ വിവാഹത്തിൻ്റെ പ്രശ്നം ചെറിയ തോതിലുണ്ട്. പെർസെൻറ്റേജ് റിസൾട്ടുമായി ബന്ധപ്പെടുത്തിയാണ് സാറ് ചോദിച്ച ചോദ്യമെങ്കിൽ ഏതാണ്ട് 95 ഇല്ല, എനിക്ക് അതിനെപ്പറ്റി പരാതിയില്ല. കാരണം വെച്ചാൽ നിങ്ങളൊരു സ്വാഭാവിക 90-ൽ മേലെയാണ്. 8-ലും 9-ലും റിസൾട്ട് എന്നുള്ളത് 90-ൽ മേലെ തന്നെയാണ് എല്ലാ വർഷവും. അതെ. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെട്ടേനാടിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെട്ടേനാടിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 93.6 out of 100.